ചുരിദാറിൻ്റെ ബാക്കിൽ ഇതുപോലെ ഷേപ്പ് കിട്ടാനായിട്ട് എങ്ങനെയാണ് ടക്ക് ഇടുക എന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഷേപ്പിലിരിക്കും ചുരിദാർ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഒരാളുടെ ഡാർട്ട് എങ്ങനെ ടക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ചെസ്റ്റ് റൗണ്ടിനെ 10 കൊണ്ട് ഹരിക്കുക. ഇപ്പോൾ എത്രയാണോ ഒരാൾക്ക് ചെസ്റ്റ് റൗണ്ട് അതിനെ 10 കൊണ്ട് ഹരിക്കുക. അതിപ്പോൾ 42 ചെസ്റ്റ് വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ അതിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 4.2 കിട്ടും. അപ്പോൾ അതിനെ എങ്ങനെയാണ് തുണിയിലോട്ട് അടയാളപ്പെടുത്തുകയെന്ന് കാണിച്ചു തരാം. ഇതുപോലെ മിഡിൽ പോർഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എവിടെയാണോ കറക്റ്റ് വേണ്ടത് അവിടെ ഈ അരികിൽ നിന്ന് ഇങ്ങോട്ട് 4.2 എത്രയാണോ കിട്ടുന്നത് അത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ടും 4.2 അടയാളപ്പെടുത്തുക. താഴത്തോട്ട് ഇതുപോലെ 4.2 അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ നിന്ന് 2.25 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് എങ്ങനെയാണ് തുണിയിൽ അടയാളപ്പെടുത്തുന്നതെന്ന് കാണിച്ചു തരാം. കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരാളുടെ വണ്ണത്തിനനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചുരിദാറിന് ആ വേസ്റ്റ് പോർഷൻ്റെ അവിടെ നല്ല ഷേപ്പിൽ ചുരിദാർ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ മുകളിൽ നിന്ന് ഇതുപോലെ താഴത്തോട്ട് ഷേപ്പ് വേസ്റ്റ് എവിടെയാണോ വരുന്നത് അത് 13.5 ആണ് ഷേപ്പിൻ്റെ ലെങ്ത്ത്. അവിടെ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4.2 അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ മുകളിലും താഴെയായിട്ട് 4.2 അടയാളപ്പെടുത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് 4.2 അടയാളപ്പെടുത്തുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ 4.2 അടയാളപ്പെടുത്തുക. താഴത്തോട്ടും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ നീളത്തിന് തന്നെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലോട്ടും ഒരു 1/4 ഇഞ്ച് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 2 സൈഡിലും 1/4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ 1/4 ഇഞ്ചിലോട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. താഴെ ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് 2 സൈഡ് ഇതുപോലെ മറുവശം കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.